ഇത് നമുക്ക് നല്ല തിക്കായിട്ടും കളർഫുൾ ആയിട്ടുള്ള അങ്കമാലി മാങ്ങ ചെയ്ത് നോക്കാം. ഒരു മാങ്ങയാണ് നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. സവാള, കറിവേപ്പില, ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, വിനാഗിരി, പച്ചമുളക്, ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമ്മൾ തിരുമി എടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ ടേസ്റ്റിന്റെ മെയിൻ ഘടകം. നല്ല സ്മെല്ല് വരുന്നവരെ 5 മിനിറ്റോളം നല്ല രീതിയിൽ നമ്മൾ ഇതെല്ലാം ഉടച്ചെടുക്കുകയാണ്. കട്ടി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നല്ല രീതിയിൽ നമ്മൾ തിരുമി എടുക്കുകയാണ്. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരേ റൊട്ടേഷനാണ് നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റിന് നല്ല രീതിയിൽ ഇത് കുറുകി വരും. നല്ല രീതിയിൽ കുറുകി വന്നിട്ടുള്ള കറിയിലേക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു താളിപ്പ് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അത് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറുള്ളി നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള താളിപ്പ് കുറുകി വന്നിട്ടുള്ള കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പും പുളിയെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.